അതുപോലെ ജക്കാത്ത് എന്ന് പറയുന്നത് അതൊരാൾക്ക് സത്യസന്ധതയുണ്ട് എന്നുള്ളതിന്റെ തെളിവാണ്. അതായത് ഈമാൻ, അവൻ വിശ്വസിച്ചത് ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദ് റസൂലുള്ളാഹ്, അള്ളാഹുവിൽ വിശ്വസിച്ചിരിക്കുന്നു എന്ന് പറയുന്ന ഈമാനിന്റെ തെളിവാണ്, അവന്റെ സത്യസന്ധതക്കുള്ള തെളിവാണ്. എന്തുകൊണ്ടാണ് അങ്ങനെ പറയുന്നത്? അസ്സദഖത്തു ബുർഹാൻ, സ്വതക്ക എന്ന് പറയുന്നത് ബുർഹാനാണ്, തെളിവാണ് എന്ന് ഹദീസിൽ വന്നിട്ടുണ്ട്. ഈമാനുള്ള തെളിവാണ്. കാരണം മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അവന്റെ പ്രകൃതിയാണ്, അവന്റെ ഉള്ളിൽ നിക്ഷേപിക്കപ്പെട്ട ഒരു സ്വഭാവമാണ് അവന് സമ്പത്തിനോട് അതിയായ ആഗ്രഹം ഉണ്ടാകുക എന്നുള്ളത്. അതെല്ലാ മനുഷ്യർക്കും ഉണ്ടാകും. അപ്പൊ അവൻ എത്രയും പ്രിയപ്പെട്ട അവന് പ്രിയപ്പെട്ട കാര്യങ്ങളൊക്കെ വാങ്ങാനും ഉപയോഗിക്കാനൊക്കെ സാധിക്കുന്ന ഈ സമ്പത്ത് അവൻ അള്ളാഹുവിന്റെ മാർഗത്തിൽ ചെലവഴിക്കുകയാണ്. ഈ ചെലവഴിക്കുന്ന സമയത്ത് ആരെങ്കിലും അവിടെ രേഖ വെക്കുന്നുണ്ട്, എന്താണ് അവന് കിട്ടുന്നത്? അവന് ഒരേ ഒരു വിശ്വാസം മാത്രമേ ഉള്ളൂ, ഇത് എനിക്ക് ഇത്ര ഇഷ്ടപ്പെട്ട, എനിക്ക് വേണ്ടുന്ന രൂപത്തിലൊക്കെ ചെലവഴിക്കാൻ പറ്റുന്ന ഈ സമ്പത്ത് ഞാൻ ഇങ്ങനെ കൊടുത്തു കഴിഞ്ഞാൽ നാളെ റബ്ബിന്റെ അടുക്കൽ കിട്ടും. ആ ഉറച്ച വിശ്വാസമാണ് അവൻ ഉണ്ടാകുന്നത്. അവന് ഈമാനിന്റെ സത്യസന്ധതയാണ്. ഞാൻ ഈ വിശ്വസിച്ചു എന്ന് പറയുന്നത് വെറുതെ അല്ല, എനിക്ക് ഉറപ്പുണ്ട്. അതുകൊണ്ടാണ് എനിക്ക് ഏറെ പ്രിയപ്പെട്ട ഈ സമ്പത്ത് എനിക്ക് ഇങ്ങനെ ഒരു മടിയില്ലാതെ കൊടുക്കാൻ പറ്റും. നാളെ ഇത് കണ്ടുമുട്ടും, ഇതെനിക്ക് പ്രതിഫലമായി ലഭിക്കും എന്നൊരൊറ്റ പ്രതീക്ഷ അത് കാരണത്താലാണ് അവന് കൊടുക്കുന്നത്. കാരണം ഇത് ആരും അറിയാൻ പാടില്ല, ആളുകളെ കാണിക്കുന്നതാകാൻ പാടില്ല, ഇങ്ങനെയൊക്കെ ഉണ്ട്. അപ്പൊ അള്ളാഹു സുബ്ഹാനഹു വ തആല മാത്രം അറിയണം, അതിനുവേണ്ടി അവൻ കൊടുക്കണം എന്ന് പറയുമ്പോൾ ഇത് റബ്ബിലുള്ള അങ്ങേയറ്റത്തെ വിശ്വാസം കാരണത്താലാണ്, അത് അവന്റെ സത്യസന്ധതയുടെ തെളിവാണ് എന്ന് പറയുന്നു.